നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം വിഷയമാണ് ഇപ്പോൾ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. പല ഘട്ടം ഘട്ടമായി ചില പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലുകൾ വരുന്നു. കഴിഞ്ഞ ദിവസവും ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. മലയാളത്തിലെ ഒരു ഇടത് അനുകൂല മാധ്യമമാണ് അത് പുറത്തുവിട്ടത്. പിന്നാലെ വമ്പൻ ഭൂകമ്പം പോലെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസുകൾ മലയാളത്തിലെ മിക്ക മാധ്യമങ്ങളും നടത്തി. എന്നാൽ ഇത്രയും വലിയ വെളിപ്പെടുത്തൽ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് എന്തെങ്കിലും ഒരു നിയമപരമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായി? രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചുവെന്നും ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചുവെന്നും ഇല്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും വരെ ഈ ഓഡിയോ ക്ലിപ്പിലുണ്ട്. ഇതൊക്കെ വ്യക്തമാണ്. എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പിണറായി പോലീസിന്, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെതിരെ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അയാളെ ചോദ്യം ചെയ്ത് അയാൾക്കെതിരെ തെളിവുണ്ടെങ്കിൽ അയാൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടൂടാ? ഇത് നിയമ സംവിധാനമുള്ള ഒരു രാജ്യമാണല്ലോ. ഇവിടെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഗർഭചിത്രം നടത്താൻ വേണ്ടി ഇയാൾ നിർബന്ധിക്കുന്നു, ആ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നടത്തി പീഡിപ്പിക്കുന്നു, ആ പെൺകുട്ടി ഗർഭിണിയാകുന്നു എന്നൊക്കെയുള്ള തെളിവുകൾ പുറത്തു വന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. എന്നിട്ട് പറയുന്ന ന്യായം, ആ പെൺകുട്ടികളൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകുന്നില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ഈ വലിയ ഭൂകമ്പം എന്തിന് പുറത്ത് പൊട്ടിക്കണം? ഗർഭധാരണത്തിന് ഇരയായ പെൺകുട്ടിക്ക് പരാതിയില്ല, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പെൺകുട്ടിക്ക് പരാതിയില്ല, ഗർഭിണിയായ പെൺകുട്ടിക്ക് പരാതിയില്ല. പിന്നെ ആർക്കാണ് പരാതി? പിന്നെ എന്തിനാണ് ഈ വലിയ ഭൂകമ്പം, ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നത്? അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഈ ബിഗ് ബ്രേക്കിംഗ് ന്യൂസിന്റെ, ഈ ഭൂകമ്പത്തിന്റെ, ഈ വാർത്താ ബോംബിന്റെ ഉദ്ദേശശുദ്ധിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. വേറൊന്നുമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് എത്തി നിൽക്കുന്നു. പത്മകുമാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ നൽകിയ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും തമ്മിൽ ബന്ധമുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം 2016 മുതൽ തുടങ്ങിയതാണ്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്പോൺസർ ആവാൻ താല്പര്യമുണ്ടെന്നും ശബരിമല ശ്രീകോവിലെ വാതിൽപ്പാളികളും കട്ടിളപ്പാളികളും സ്വർണം പൊതിഞ്ഞു നൽകാമെന്നും പറഞ്ഞുകൊണ്ട് കത്തെഴുതിയത് കടകംപള്ളിക്കാണ്. ആ കടകംപള്ളി അത് അംഗീകരിച്ചുകൊണ്ട് നൽകിയ ഫയൽ അംഗീകരിക്കുക മാത്രമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് താൻ ചെയ്തത് എന്നുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മൊഴിയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റേത്. അപ്പോൾ അടുത്ത അന്വേഷണം, അടുത്ത ചോദ്യം ചെയ്യൽ കടകംപള്ളിയുടേതാണ്. കടകംപള്ളിയെ ചോദ്യം ചെയ്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും. കടകംപള്ളി അറസ്റ്റ് ചെയ്താൽ അത് ഇടതു സർക്കാരിന് ഉണ്ടാക്കുന്ന നാണക്കേട് ചില്ലറയല്ല. ഈ സർക്കാരിന് തലയിൽ മുണ്ടിട്ട് മാത്രമേ പിന്നീട് പുറത്തിറങ്ങാൻ പറ്റൂ. ഭക്തലക്ഷങ്ങളും കേരളത്തിലെ വിശ്വാസികളും CPM എന്ന പാർട്ടിയെ, ഇടതു സർക്കാരിനെ, പിണറായി സർക്കാരിനെ വെറുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അത് കൃത്യമായി ആർക്കറിയാം? ഈ സർക്കാരിനറിയാം, ഇടതുപക്ഷത്തിനറിയാം. ഇടതുപക്ഷത്തിന് പാദസേവ ചെയ്യുന്ന, വീട്ടുവേല ചെയ്യുന്ന ചില മാധ്യമങ്ങൾക്കറിയാം. അപ്പോൾ അടുത്ത പണി എന്താണ്? എങ്ങനെയെങ്കിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക, ഈ വിഷയത്തെ മൂടി വയ്ക്കുന്ന രീതിയിൽ, ഈ വിഷയത്തെ മറയ്ക്കപ്പെടുന്ന രീതിയിൽ മറ്റൊരു വിഷയം കൊണ്ടുവരിക. അപ്പോൾ ചില ഓഡിയോ ക്ലിപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു, ചില ഇക്ലിപ്പെടുത്തുന്ന ചില വാട്സപ്പ് മെസ്സേജുകൾ വരുന്നു. അതിങ്ങനെ മാധ്യമങ്ങൾ ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ഇട്ടുകൊടുക്കുകയാണ്. എന്തൊക്കെ ചർച്ചയായിരുന്നു! പിന്നീട് ഈ പീഡനത്തിന്റെ തോതിനെ കുറിച്ച് വരെ ചർച്ചയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വാദം. രാഹുലിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് ഈ വാർത്തയുടെ ലക്ഷ്യമല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കണം. എന്തുകൊണ്ട് അത് കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല? രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റുകാരനെന്ന് CPM പറയുന്നു, സ്ത്രീ പീഡനക്കാരനെന്ന് പറയുന്നു, പെണ്ണുപിടിയനെന്ന് പറയുന്നു. അങ്ങനെ പെണ്ണുപിടിയനെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ എന്തുകൊണ്ട് ഈ സർക്കാരിന് കഴിയുന്നില്ല? മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവ് തന്നെ ചോദിക്കുന്നതല്ലേ? നിങ്ങൾ ഒരു പുകമറ സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് കേരളത്തിലെ വിശ്വാസി സമൂഹം തിരിച്ചറിയണം, കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഇത് ഇടതനും വലതനും ചേർന്നിട്ടുള്ള ഒരു ഒത്തുതീർപ്പാണ്, ഒരു ഒത്തുകളിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, അതിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണ് വിഷയം എടുത്തിട്ടുകൊണ്ട് അതിന്മേൽ വലിയ ചർച്ച നടത്തുക. അപ്പോൾ അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങൾ ക്രമേണ മറക്കണം.
അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്തരുത്, അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് പോകരുത്. ഇതാണ് CPM-ഉം പിണറായി സർക്കാരും ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയുള്ള ഒത്തുകളിയാണിത്. അതിനു വേണ്ടിയാണ് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാതെ ഇങ്ങനെ ഈ വാർത്ത സജീവമായി സമൂഹത്തിൽ ചർച്ച ചെയ്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ തുണ്ടുകൾ, ആ തുണ്ടുകൾ ഇങ്ങനെ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. പിന്നീട് 4-5 ദിവസം ആ തുണ്ട് വോയിസ് മെസ്സേജിന്റെ ഒക്കെ പിന്നിൽ ചർച്ചകൾ നടക്കും. പിന്നീട് അത് മറക്കുമ്പോൾ വീണ്ടും അടുത്തൊരെണ്ണം കൊടുക്കും. മലയാളികൾക്ക് ഇങ്ങനെ എല്ലിൻ കഷ്ണങ്ങൾ ഇട്ടുകൊണ്ട് മലയാളികളുടെ ശ്രദ്ധ പൂർണ്ണമായും തിരിക്കുകയാണ് മലയാളത്തിലെ ചില മാധ്യമങ്ങൾ. അത് തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി മലയാളികൾക്ക് ഉണ്ടാകണം. We'll be right back.